ഫൈസൽ നേരത്തെ എന്നോട് പറഞ്ഞു ഒരു വാഹനം വരുന്നു എന്ന വിവരം കിട്ടും, വിമാനത്താവളത്തിന് ചുറ്റും 10 or 20 വാഹനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാകും എന്നുള്ളതൊക്കെ. എങ്ങനെയാണ് ഫൈസലിന് അറിയുക ഇത്രയധികം ആളുകൾ അവിടെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളത്? നിങ്ങളുടെ ഈ ഗ്രൂപ്പുകളെ, ഗ്യാങ്ങുകളെയൊക്കെ എങ്ങനെയാണ്, ആരാണ് കോർഡിനേറ്റ് ചെയ്യുക? ഈ ഗ്രൂപ്പുകളെ കോർഡിനേറ്റ് ചെയ്യുന്ന കൊടുവള്ളി മേഖലയിലുള്ള ആളുകളാണ്. പക്ഷെ അതിൽ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ഈ ലീഡിങ്ങിനെ കുറിച്ച് അറിയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള മുബഷിർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. അതായത് അമാന ഗ്രൂപ്പായി ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ മുബഷിറിനെ അറിയാവുള്ളൂ ഇതിന്റെ കാര്യമായിട്ടുള്ള ലീഡിങ്ങുകൾ. അതായത് അവൻ നമ്മളോട് പറയും ഇന്ന സംഭവം ഇന്ന സ്ഥലത്തേക്ക് പോകണം, നമ്മളോട് പറഞ്ഞ പണി നമ്മൾ എടുക്കാറുള്ളൂ, അല്ലാതെ വേറൊരു പണി നമ്മൾ ചെയ്യാറില്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിലൊക്കെ പരിമിതികളുണ്ട്. ഇത് മുബഷിറിനാണ് ഇതിന്റെ കാര്യമായിട്ടുള്ള ഇടപെടലുകളും ലീഡിങ്ങും ഒക്കെ കാര്യമായിട്ട് അവനാണ് ഇതറിയാം. അപ്പൊ അവനിലേക്കാണ് ഇത് പോലീസ് അന്വേഷിച്ച് എത്തേണ്ടത്. അവനോട് ചോദിക്കണ ഈ കേസുകളിൽ ആരൊക്കെയുണ്ട്, മറ്റാരുകൾ പ്രതിയാകാത്ത ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട് ഇതിൽ പ്രതിപട്ടികയിൽ ചേർക്കാത്തത്. അവനോട് ചോദിക്കണം, പോലീസ് അവനിലേക്ക് അന്വേഷണം എത്തണം. അവനോട് ചോദിച്ചിട്ട് അവരൊക്കെ പ്രതിയേർക്കപ്പെടണം. അപ്പൊ പോലീസിന് കൂടുതൽ വിവരങ്ങളും ഇതിൽ സൗകര്യമായ ഈ കേസിന്റെ അന്വേഷണത്തിനെ കുറിച്ച്. ഈ മുബഷീർ ഒരു മാസം എത്ര തവണ വിളിക്കുമായിരുന്നു ആ സമയത്ത്? മുബഷിർ ആ തവണ ഒരു മാസത്തിൽ അങ്ങനെ ഒരു മുബഷിർ എന്നല്ല വിളിക്കാറ്. മുബഷിർ അവന്റെ ഒരു തൊട്ട അയൽവാസിയായിട്ടുള്ളൊരു പുള്ളിയുണ്ട്, സലീം എന്ന് പറഞ്ഞു, ഫയാസ് സലീം ഒക്കെ പറഞ്ഞിട്ട് അവരെയാണ് വിളിക്കാറ്. അവരാണ് നമ്മളെ കണക്ട് ചെയ്യാറ്. നമ്മളെ ഡയറക്റ്റ് അങ്ങനെ വിളിക്കാറില്ല. അവർക്ക് അതിലും അവർക്ക് പരിമിതികളുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുകൾ. ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. അധിക സമയങ്ങളിലേക്കും ഈ സലീമിന്റെയിലേക്കും ഫയാസിന്റെയിലേക്കാണ് അവർ വിളിക്കാറ്. ശരി ഫൈസൽ, ഇപ്പോൾ ഈ സെക്യൂരിറ്റി സർവീസ് ആണ് നൽകുന്നത് എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ തന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു മാസം എത്ര തവണ പോകുമായിരുന്നു? ഒരു മാസം ഒരു 3-4-5 തവണ, 2-3 തവണയൊക്കെ നമ്മൾ പോവാറ്. പിന്നെ അവര് വേറെ ലീഡ് ചെയ്ത് വേറെ ആളുകളെ കൊണ്ടുപോകും. നമ്മൾ പോവാറ് 2-3 തവണ ഗ്രൂപ്പിനെ തന്നെയല്ല രണ്ടാമത് വിളിക്കുന്നത് അല്ലേ? ഇല്ല, നമ്മൾ ഈ മുബഷിർ മറ്റേ ജോയിന്റ് ആയിട്ട് നിൽക്കുന്ന ടീമിന്റെ സംഭവത്തിന് മാത്രമേ പോവാറുള്ളൂ. വേറെ ഒരു ടീമും വിളിച്ചാൽ പോവാറില്ല. ഓ അത് ശരി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മറ്റാരും വിളിച്ചാൽ പോകരുത് എന്ന്? എങ്ങനെ മാഡം? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മറ്റാരും വിളിച്ചാൽ പോകരുത് എന്ന്? ഇല്ല, വിളിച്ച പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ മുബഷിർ വേറെ ആളുകളെയും കൂട്ടി വേറെ ദിവസങ്ങളിലൊക്കെ പോവാറുന്നു എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അവനിലേക്ക് അത് പോലീസ് അന്വേഷിച്ച് അവനിലേക്ക് എത്തണം. ഞാൻ ഇപ്പോഴും അതാ പറയുന്നത്, നമുക്കത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. അത് അവനിലേക്ക് ആളുകൾ വിളിക്കുമ്പോൾ പോകരുത് എന്ന് പറയാനുള്ള കാരണം മറ്റ് ഗ്യാങ്ങുകളുമായി ബന്ധപ്പെട്ടാൽ ഒറ്റുണ്ടാകും എന്നൊരു പേടി കൊണ്ടാണോ ഫൈസൽ? അത് സ്വാഭാവികമാണ്. അത് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളല്ലേ ചെയ്യുന്നത്, സ്വർണ്ണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതൊരു പേടി ഉണ്ടായേക്കാം. അതായേക്കാം. അത് വിശ്വാസമാണെല്ലാം അല്ലേ? എങ്ങനെ മാഡം? വിശ്വാസമാണെല്ലാം, എല്ലാവരും വിശ്വാസം. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും വലിയ വിശ്വാസമാണ്. നഷ്ടപ്പെട്ടാലുള്ള പ്രതിഫലം എന്തായിരിക്കും ഫൈസൽ? ഞാൻ പറഞ്ഞില്ല മാഡം, ഇതിന് തൊട്ട് മുമ്പേ പറഞ്ഞില്ലേ, നമുക്ക് 20,000 രൂപ, അതായത് ഒരു സെക്യൂരിറ്റി അത് ചാർജ് 20,000 രൂപ. ഒരു വണ്ടീനെ നമ്മൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് നമുക്ക് അതേ കിട്ടാറുള്ളൂ. എത്ര ദൂരമൊക്കെ പോകേണ്ടി വരും മാഡം? ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ. എങ്ങനെ മാഡം? ഹലോ മാഡം, എത്ര ദൂരമൊക്കെ പോകേണ്ടി വരും? വിമാനത്താവളത്തിൽ നിന്ന് എത്ര ദൂരമൊക്കെ പോകേണ്ടി വരും? നമുക്ക് ഏകദേശം ഒരു 15 കിലോമീറ്റർ 10 കിലോമീറ്റർ അത്രയേ ഉള്ളൂ പോകേണ്ടി വരുള്ളൂ, അല്ലെങ്കിൽ 20 കിലോമീറ്റർ. ചിലപ്പോൾ നമുക്ക് കൊടുവള്ളി പ്രദേശത്തേക്ക് ചില സമയത്ത് പോകേണ്ടി വരും, ചില സമയത്തേക്ക് അതിന്റെ കുറെ മുമ്പ് അവരെ വാഹനങ്ങൾ വന്ന് അവർ പിക്ക് ചെയ്ത് പോകും.